ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഇരിക്കുമ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം കർഷക തൊഴിലാളി യൂണിയൻ്റെ പ്രവർത്തകരാണ്. എത്ര കുടിശ്ശിക വരുത്തി? സഖാവ് VS അച്യുതാനന്ദനല്ലേ അത് ആദ്യത്തെ മന്ത്രിസഭയിൽ കുടിശ്ശിക അടക്കം കൊടുത്തത്? സഖാവ് VSനും അതിൻ്റെ പിന്തുടർച്ചയായ സഖാവ് പിണറായി വിജയനും അല്ലേ അത് കൊടുത്തത്? കോൺഗ്രസ്സുകാരനും BJP-കാരനും സകല ആളുകളും വാങ്ങിച്ചില്ലേ? എന്നിട്ട് കേന്ദ്ര സർക്കാർ ഷിജു വക്കീലിനോട് ചോദിക്കുകയാണ്, ഞെരുക്കിയപ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കണ്ടേ? തൊഴിലാളികൾക്കെതിരെ എത്രയെത്ര കാര്യങ്ങളാണ് ഈ BJP സർക്കാർ നടത്തിയത്? തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവല്ലേ ഇരിക്കുന്നത്, അദ്ദേഹത്തിന് അറിയാലോ. BMS-ഉം ബഹുമാനപ്പെട്ട BMS നേതാക്കന്മാരെ അഭിനന്ദിക്കുകയാണ്. BMS-ഉം CIT-യും INTUC-യും സംയുക്തമായി ഈ BJP സർക്കാരിനെതിരെ ആഞ്ഞടിച്ചില്ലേ? എന്തുകൊണ്ടാണ്? തൊഴിലാളികളെ സ്നേഹിക്കാത്തൊരു ഗവൺമെന്റ് അല്ലേ? ഷിജു വക്കീലും മിണ്ടൂലല്ലോ, ഷിജു വക്കീലും ഒരു നേതാവാണ്. തൊഴിലാളി നേതാക്കളെ തൊഴിലാളികൾക്ക് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് തൊഴിലാളികളുടെ വേതനങ്ങൾ വെട്ടിക്കുറച്ച ഗവൺമെന്റ് അല്ലേ? മോദിജിയെ പറ്റി വ്യക്തിപരമായി പല അഭിപ്രായങ്ങളും ഉണ്ടാവും. നിങ്ങൾ സ്ഥാനാർത്ഥിയെ പോലും ഇവിടെ വെച്ചിട്ടില്ല. എനിക്കൊരു സംശയം എന്താണ്? എനിക്കൊരു ചെറിയ സംശയമുണ്ട്. പറയട്ടെ, മാധ്യമപ്രവർത്തകനായതുകൊണ്ട് അനിൽ സാറേ, മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് മോദിജി എറണാകുളത്ത് വരുന്നുണ്ടോ എന്നൊരു സംശയം. മോദിജി നല്ല കാര്യല്ലേ? അതിന് തയ്യാറുണ്ടോ BJP? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി എന്ന് പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോഴല്ല. സഖാവൊന്ന് കേൾക്കണം, ചോദ്യം ചോദിച്ച സഖാവൊന്ന് കേൾക്കണം. തൊഴിലാളി നേതാവാണല്ലോ. ഇവിടെ ഈ എറണാകുളം ജില്ലയിൽ കേരളത്തിലെമ്പാടും ഏതെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയതായിട്ട് അവകാശപ്പെടാൻ ഇവർ തയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു പെട്ടിക്കട പറഞ്ഞേക്കട്ടെ. എറണാകുളം ജില്ലയിൽ നിന്ന് എത്രയോ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. പെരുമ്പാവൂർ റയോൺസ്, ക്രോംപ്ടൺ ഗ്രീവ്സ് ബൾബ് കമ്പനി, തോഷിബ് ആനന്ദ് ബാറ്ററി, പ്രീമിയർ കേബിള് സമരം ചെയ്ത് പൂട്ടിയതാ നിങ്ങൾ. 32 കമ്പനി കേരളത്തിൽ പൂട്ടിയിട്ടുണ്ട്. 32 കമ്പനികളോളം അദ്ദേഹം പറഞ്ഞ കമ്പനികളടക്കം 32 കമ്പനികളോളം കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു 40 കൊല്ലക്കാലത്തിനിടയിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. അത് വസ്തുതയാ. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നുപോലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പൂട്ടിയിട്ടില്ല. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഭ്രാന്തമായി സ്വകാര്യവൽക്കരിക്കുന്നതിന് കോൺഗ്രസും BJP-യും മത്സരിക്കുകയാണ് ചെയ്യുന്നത്. ആകെ 6.5 ലക്ഷം കോടിയുടെ വിൽപ്പന, ഓഹരി വിൽപ്പന നടന്നെടുത്ത് 1.5 ലക്ഷം കോടി കോൺഗ്രസിന്റെ കാലത്തും ബാക്കി 3.5 ലക്ഷം കോടി വിറ്റത് ആ മത്സരത്തിൽ ഓട്ടത്തിൽ BJP-യാണ് ജയിച്ചത്. അതുമാത്രമല്ല, ജനങ്ങളുടെ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെട്ടിപ്പടുത്ത മഹാസൗധങ്ങൾ, 12 മന്ത്രാലയങ്ങളുടെ 66,000 കോടി രൂപയുടെ മുതല് 6,000 കോടിക്ക് പകിടിക്ക് കൊടുക്കാൻ വേണ്ടി NMP എന്ന് പറയുന്ന ഒരു പദ്ധതി, ആസ്തി വിൽപ്പന എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് BJP ഗവൺമെന്റാണ്. അവര് പൊതുമേഖലയുടെ പ്രാധാന്യം ഒന്നും പറയണ്ട. പൊതുമേഖലാ സ്ഥാപനമാണ് FACT. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന FACTക്ക് വർഷാവർഷം 130 കോടി രൂപ മെയിൻ്റനൻസ് ഗ്രാന്റ് നൽകുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. നിങ്ങൾ തൊഴിലാളി നേതാവ്, CIT നേതാവ് എന്ത് സത്യം മറച്ചു വെക്കുന്നത് എന്തിനാ? എല്ലാ വർഷവും 595 കോടി രൂപ പറഞ്ഞേക്കട്ടെ, 595 കോടി രൂപ 2021-22 സാമ്പത്തിക വർഷം FACT കൊടുത്തത് നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുമ്പോഴാണ്. പറഞ്ഞേക്കട്ടെ, നിങ്ങൾ പിന്തുണച്ചിരുന്ന UPA ഗവൺമെന്റ് കാലത്ത് 8 കേന്ദ്രമന്ത്രിമാർ ഈ സംസ്ഥാനത്തുണ്ടായ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാ FACT-യെ പുനർജീവിപ്പിക്കാൻ വേണ്ടി അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന FACT ഗ്രാന്റ് അനുവദിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നത്? കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എന്താ അഭിമാന സംഭവമായിട്ട് ഇന്ന് ലോകമെമ്പാടും തലയുയർത്തി നിൽക്കുക. അവിടെ എന്തുകൊണ്ടാ ആത്മനിർഭർ ഭാരത് എന്നതിന്റെ ആ ബ്രാൻഡില് നമുക്കൊരു ഷിപ്പ് 71,000 കോടി രൂപയുടെ ഷിപ്പ് നിർമ്മിക്കാൻ സാധിക്കുന്നു. ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. പൊതുമേഖലാ സ്ഥാപനം ഏറ്റവും കൂടുതൽ CIT-കാർ പണിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, 2 കൂട്ടരും ഭരിക്കുമ്പോൾ ഇതെല്ലാം അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്നു. ഇന്ന് ഈ സ്ഥാപനങ്ങളെല്ലാം വലിയ ലാഭത്തിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ തൊഴിലാളികൾക്ക് അവിടെ പണിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നരേന്ദ്രമോദിജിയാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്.